കെ ശ്രീമതി മുൻ ആരോഗ്യമന്ത്രി ടെലിഫോണിലുണ്ട്. ശ്രീമതി ടീച്ചർ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ. അവധിയെടുക്കുന്ന കാര്യം ഈ ഉത്തരവിന്റെ ഭാഗമായി പരാമർശിക്കുന്നു. പക്ഷേ അവധിയെടുത്തത് കൊണ്ടല്ല മാറ്റിയതെന്ന് മന്ത്രിയുടെ പ്രതികരണം പിന്നാലെ വരുന്നു. എങ്ങനെ കാണണം? വളരെയേറെ തമാശ തോന്നുന്നു എനിക്ക്. കാരണം കേരളത്തിൽ ഇന്നേ വരെ ആരോഗ്യ വകുപ്പിന് 2 ഡയറക്ടർ ഉണ്ടായിട്ടില്ല. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഹെൽത്ത് സർവീസ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന് കുറെ റീജിയണൽ പബ്ലിക് ഹെൽത്ത് സെന്ററും ഉണ്ട്. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, ഒക്കെ ഉണ്ട്. അതിന്റെ പബ്ലിക് ഹെൽത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസിലെ അഡീഷണൽ ഡയറക്ടറാണ്. ഇവരെ ഡോക്ടർ റീന ഹെൽത്ത് സർവീസ് ഡയറക്ടറായിട്ട് കുറച്ച് 2-3 വർഷത്തിലേറെയായി. പരാതികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതൊന്നും ഹെൽത്ത് സർവീസ് ഡയറക്ടർ പോസ്റ്റിലുള്ള ഒരാളെ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പും അതിനുശേഷം മുഖ്യമന്ത്രിയും ഒക്കെ കണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ക്യാബിനറ്റിലേക്കും വരേണ്ടി വരും. കാരണം ഹെൽത്ത് സർവീസ് ഡയറക്ടർ എന്ന് പറയുന്നത് ചെറിയ പോസ്റ്റല്ല. ആരോഗ്യ വകുപ്പിന് ഒരു ഡയറക്ടറേ ഉള്ളൂ. ആ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട, അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു ഡയറക്ടറെ എന്തെങ്കിലും കാരണം തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ ഒരു ലീവ് എടുത്തതിന്റെ പേരിൽ ഓർഡർ വളരെ വിചിത്രമായിരിക്കുന്നു. ആ ഓർഡർ ഞാൻ വായിച്ചു. വളരെ വിചിത്രമായിരിക്കുന്നു. വളരെ പെട്ടെന്നാണ് ആ ഓർഡർ ഇറക്കിയത്. ആരാണ് ഇതിന് മുൻകൈ എടുത്തത്? അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഡോക്ടറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ആളൊന്നും ആയിരിക്കില്ലല്ലോ. ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടും നീതിരഹിതമായിട്ടും പെരുമാറുന്നതൊട്ടും ശരിയല്ല. മാത്രമല്ല, ഹെൽത്ത് സർവീസ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ഒരാളെ ഈ കഴിഞ്ഞ കാലം അത്രയും തന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന്റെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട്, അതിന്റെ പോസ്റ്റ് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുക ഡയറക്ടറായിട്ട് എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അങ്ങേറ്റം തെറ്റായ ഒരു സമീപനം ഉണ്ടായി എന്നതാണ് അങ്ങയുടെ വിമർശനം. ഡോക്ടർ KJ റീന.